ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തേക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വരാറുണ്ട്. എന്ന് വെച്ചാൽ അവർ വേറെ സ്ഥലത്ത് നിന്ന് ആൻജിയോഗ്രാം ചെയ്തിട്ടുണ്ടാവും, റിപ്പോർട്ടിൽ ഒരുപാട് ബ്ലോക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സയുടെ സെക്കൻഡ് ഒപ്പീനിയൻ എൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ വരാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അവർ റിപ്പോർട്ട് നോക്കുമ്പോൾ ബ്ലോക്കുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഡോക്ടർമാർ എല്ലാ ബ്ലോക്കും നീക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഹൃദയത്തിലെ രക്തക്കൊഴലിൽ വരുന്ന എല്ലാ ബ്ലോക്കുകളും പലപ്പോഴും നീക്കേണ്ടി വരാറില്ല, അതിന്റെ ആവശ്യമില്ല. ഒരുപാട് ബ്ലോക്കുകൾ നമുക്ക് ബൈപ്പാസ് ഇല്ലാതെയും ആൻജിയോപ്ലാസ്റ്റി ഇല്ലാതെയും മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കുന്നത്. മരുന്ന് കൊണ്ട് മാത്രം നോക്കാൻ പറ്റുന്ന 4 തരം ബ്ലോക്കുകൾ. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഏത് രക്തക്കൊഴലാണെങ്കിലും ബ്ലോക്ക് ഒരു ശതമാനത്തിലാണ് നമ്മൾ എത്ര തടസ്സം ഉണ്ടെന്നുള്ളത് ശതമാനത്തിൽ പറയും. 70% വരെ തടസ്സമുള്ള ബ്ലോക്കുകൾ നമുക്ക് മരുന്നിൽ നോക്കിയാൽ മതി. 70ന്റെ അപ്പുറത്തേക്കുള്ള ബ്ലോക്കുകളിൽ തന്നെ പ്രധാന രക്തക്കൊഴൽ ആണെങ്കിൽ മാത്രമേ നമുക്കത് നീക്കേണ്ടതായിട്ട് വരുള്ളൂ. ആൻജിയോഗ്രാം എടുക്കുമ്പോൾ പല വ്യക്തികൾക്കും ബ്ലോക്ക് 70% കുറവായി. അങ്ങനെയുള്ളവർക്കൊക്കെ മരുന്ന് തന്നെ മതി. രണ്ടാമത്തത് ബ്രാഞ്ച് വെസൽ ഡിസീസ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? മെയിൻ അല്ലാത്ത രക്തക്കൊഴലുകളിലെ ശാഖകളിൽ ബ്ലോക്ക് വരും. പല ശാഖകളും ചെറിയ രക്തക്കൊഴലായിരിക്കും. ഇങ്ങനെയുള്ള രക്തക്കൊഴലുകളിലെ ബ്ലോക്കുകൾ സാധാരണഗതിയിൽ നമ്മൾ നീക്കേണ്ട യാതൊരു ആവശ്യം അത് മരുന്ന് തന്നെ നോക്കും. കാരണം അതിന്നൊരു മേജർ അറ്റാക്ക് ഒന്നും ഒരിക്കലും. മൂന്നാമത്തത് ഡിസ്റ്റൽ ബ്ലോക്കുകൾ എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയത്തിന്റെ രക്തക്കൊഴലിന്റെ തുടക്ക ഭാഗത്തല്ലാത്ത ബ്ലോക്ക്, രക്തക്കൊഴലിന്റെ അറ്റത്തായിരിക്കും ചില ബ്ലോക്കുകൾ. ഇങ്ങനെയുള്ള ബ്ലോക്കുകളും മരുന്നിൽ തന്നെ നോക്കിയാൽ മതി, അത് എത്ര കൂടിയ ശതമാനമാണെങ്കിൽ. കാരണം എന്താണ്? ഇതിന്ന് വരുന്ന പ്രശ്നങ്ങളും അറ്റാക്കും സാധാരണഗതിയിൽ ആയുസിനെ ബാധിക്കും. പിന്നെ നാലാമത്തെ ഒരു കൂട്ടർ ഏതാണ്? ഹൃദയത്തിന്റെ വലതുവശത്തെ രക്തക്കൊഴല് ചില ആളുകൾക്ക് ജന്മനാ ചെറുതായിരിക്കും. അങ്ങനെ ജന്മനാ ചെറുതായിട്ടുള്ള വലതുവശത്തെ രക്തക്കൊഴല് ബ്ലോക്ക് എത്ര ഉണ്ടെങ്കിൽ അത് മരുന്ന് തന്നെ നോക്കിയാൽ മതി, അത് നീക്കാൻ നിൽക്കരുത്, ബൈപ്പാസ് ചെയ്യരുത്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യരുത്. പിന്നെ ഇതിലൊന്നും പെടാത്ത വേറൊരു ബ്ലോക്ക് ഉണ്ട്, ചില കേസുകളിൽ നമ്മൾ നീക്കണ്ടെന്ന് പറയും. അത് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് പഴകിയ ബ്ലോക്ക്. അങ്ങനെയുള്ള ബ്ലോക്കുകൾ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ അവർക്ക് ആ രക്തക്കൊഴല് അടഞ്ഞു പോയിട്ടുണ്ട്, ചിലപ്പോൾ സൈലന്റ് ആയിട്ട് അടഞ്ഞതാവും. ഇങ്ങനെയുള്ള രക്തക്കൊഴലുകൾക്ക് ചുറ്റും നാച്ചുറൽ ബൈപ്പാസ് വഴി രക്തോട്ടം കുറേ തിരിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷനുള്ള പല ആളുകൾക്ക് ബ്ലോക്ക് നീക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. ഈ നാച്ചുറൽ ബൈപ്പാസ് അത്രയ്ക്ക് സ്ട്രോങ് ആയത്. നിങ്ങളുടെ പരിചയത്തിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബ്ലോക്ക് ചികിത്സനെ കുറിച്ച് നല്ല കൺഫ്യൂഷൻ ആയിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു.